ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മനുഷ്യർക്കൊപ്പം എന്ന ആശയത്തെ മുൻനിർത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരളയാത്ര ജനുവരി 7 നാളെ മലപ്പുറം ജില്ലയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കും. എടക്കരയിൽ വെച്ചാണ് കേരളയാത്ര ജില്ലയിലേക്ക് പ്രവേശിക്കുക. മലപ്പുറം ജില്ലയിൽ 2 സ്വീകരണ കേന്ദ്രങ്ങളാണ് ഒരുക്കുന്നത്. തിരൂരിലെ സ്വീകരണം 8-ാം തീയതിയാണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരളയാത്ര നാളെ ജനുവരി 7 ബുധനാഴ്ച രാവിലെ മലപ്പുറം ജില്ലയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുകയാണ്. എടക്കര വെച്ചുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രാസ്ഥാനിക കുടുംബം ഒന്നായി കേരളയാത്രയെ അതോടൊപ്പം ജനപ്രതിനിധികളും ഉണ്ടാവും. ഒരു പൗര സ്വീകരണം എന്ന രൂപത്തിലാണ് എടക്കര വെച്ചുകൊണ്ട് ഈ ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിക്കുന്നത്. അതിനുശേഷം കേരളയാത്ര അരീക്കോട് നാളെ അതിൻ്റെ സ്വീകരണ സമ്മേളനവും അനുബന്ധ കാര്യങ്ങളും പൂർത്തീകരിച്ച് 8-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ജില്ലയിലേക്ക് 2 കേന്ദ്രങ്ങൾ സ്വീകരണം നമ്മൾ ഏർപ്പാട് ചെയ്യുന്നു. അതിൽ 8-ാം തീയതിയാണ് തിരൂര് നടക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദുൽ അസാത്തീദ് OK ഉസ്താദ് എന്ന ആ പേരിൽ അറിയപ്പെടുന്ന ഉസ്താദിൻ്റെ മക്കാം അവിടുന്ന് സിയാറത്ത് ചെയ്ത് യാത്രാനായകരെ അവിടെ നിന്ന് സ്വീകരിച്ച് ആനയിച്ചാണ് നമ്മുടെ തിരൂർ സമ്മേളന നഗരിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു ആകർഷണീയത എന്ന് പറയുന്നത് 313 അംഗ കോൺഫറൻസ് ഗാർഡ് ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചതാണ്. അവർ തിരൂര് താഴെപ്പാലം നമ്മുടെ സ്റ്റേഡിയം ഭാഗത്ത് നിന്ന് യാത്രയെ അവിടുന്ന് എതിരേറ്റ് റിംഗ് റോഡിലുള്ള സമ്മേളന നഗരിയിലേക്ക് യാത്ര എത്തിക്കും. ആ യാത്രയിൽ യാത്രാനായകനായ അഭിനന്ദനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദും ഉപനായകന്മാരായ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങളും പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഉസ്താദും ഈ 3 നേതാക്കളും ഈ യാത്രയെ നയിച്ച് നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് എത്തും. കൃത്യം 5 മണിക്ക് തന്നെ സമ്മേളന നഗരിയിൽ പരിപാടികൾ ആരംഭിക്കും. കേരളത്തിൻ്റെ ന്യൂനപക്ഷ ഹജ്ജ് വഖഫുകാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് ബഹുമാനായ PK കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യ അതിഥിയായി സമ്മേളനം സംബന്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിയും MLAയും കൂടിയായ KT ജലീൽ അവറുകളും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. ഈ സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകളാണ് അധ്യക്ഷത വഹിക്കുന്നത്. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് യാത്രാനായകനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകളാണ്. അതുപോലെ തിരൂരിൻ്റെ MLA കൂടിയായ കുറുക്കോളി മൊയ്തീൻ, മുനിസിപ്പൽ ചെയർമാൻ ഇബ്രാഹിം ഹാജി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ, KPCCയുടെ സെക്രട്ടറി KP നൌഷാദ് അലി, UDFൻ്റെ ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, മുൻ MPയും വന്യവയോധികനും കൂടിയായ C ഹരിദാസ്, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാർ അബ്ദുറഹിമാൻ ദാരിമി, ജില്ലാ ജനറൽ സെക്രട്ടറി ഊരകം അബ്ദുറഹിമാൻ സഖാഫി, സ്വസംഘത്തിൻ്റെ കൺവീനർ കൂടിയായ അബ്ദുൽ സമദ് മുട്ടനൂറും മറ്റ് തങ്ങൾ ഉൾപ്പെടെയുള്ള വേദിയിലുള്ള സമാദരണീയരായ നേതാക്കളെല്ലാം ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കൃത്യമായ പ്രമേയ പ്രഭാഷണങ്ങളെല്ലാം അവിടെ വെച്ച് നടക്കും. അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഹെൽപ്പ് ആൻഡ് ക്വാളിറ്റി കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അതിൻ്റെ കീഴിൽ ചികിത്സയുടെ നിർധനരായ രോഗികൾക്കുള്ള അതാണ് 115 ആളുകൾക്കുള്ള, അത്
അരീക്കോട് പകുതിയും തിരൂര് വെച്ചും അത് വിതരണം നടക്കും. ഇങ്ങനെയുള്ള രൂപത്തിലാണ് സമ്മേളനത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.